എൻ്റെ ഒ പിയിൽ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കംപ്ലൈന്റ് ലിപ്പിൽ കുറച്ചൊരു എക്സ്ഫോളിയേഷനും സ്കെയിലിംഗ് ഒക്കെയാണ്, ഒരു അലർജി പോലത്തെ റിയാക്ഷൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ലിപ്സ്റ്റിക്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സൺ എക്സ്പോഷർ ഉണ്ടോ, അങ്ങനെ പല ടൂത്ത് പേസ്റ്റ്, അങ്ങനത്തെ എല്ലാ കോസുകളും റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോസസ് ചോദിച്ചു. അപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്, അതൊരു ഹെർബൽ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിനായിരിക്കാം അലർജി, കാരണം വേറെ കോസസ് ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അവർ പറഞ്ഞു അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ഹെർബൽ പ്രോഡക്ട്സ് തീർത്തും സേഫ് ആണോ, നമുക്ക് നോക്കാം. നമ്മളിപ്പോ വീട്ടിലൊരു ബീട്രൂട്ടിന്റെ ഒക്കെ ഒരു ലിപ് ബാം കുട്ടികൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത് എത്ര കാലം ലാസ്റ്റ് ചെയ്യും? മാക്സിമം നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ്. അപ്പോഴത്തേക്കും അതിന്റെ ഉള്ളിലുള്ള ബട്ടറോ ഗീയോ ഒക്കെ കേടായിട്ടുണ്ടാവും. ഈവൻ ബീട്രൂട്ട് ആണെങ്കിലും അത് കേടായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഹെർബൽ പ്രോഡക്ട്സിന്റെ ഒക്കെ ഷെൽഫ് ലൈഫ് എത്രയാണ് അവർ പറയുന്നത്? 1 ഇയറോ അതിൽ കൂടുതലൊക്കെ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? പ്രിസർവേറ്റീവ്സ് എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോസ്മെറ്റിക്സിനോടൊക്കെയുള്ള അലർജി ഏറ്റവും കൂടുതൽ കാണുന്നത് അതിലടങ്ങിയിരിക്കുന്ന പ്രിസർവേറ്റീവ്സിനോടാണ്, പാരബൻസ് പോലെയുള്ളത്. അപ്പം എപ്പോഴും ഹെർബൽ അല്ലെങ്കിൽ ഓർഗാനിക് ലേബിൾസ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതെപ്പോഴും സേഫ് ആയിരിക്കണം എന്നും അലർജി ഇല്ലാത്തതായിരിക്കണം എന്നുമില്ല.